ആസിഫ് അലിയെ വിളിച്ചിരുന്നോ അങ്ങ്? ആസിഫ് അലി ഞാൻ ട്രൈ ചെയ്തിരുന്നു, ആസിഫ് അലി കിട്ടിയില്ല. എന്നപ്പാ എന്നോട് കോപമാ? യാതൊരു ഉളുപ്പുമില്ലാതെ ഇങ്ങോട്ട് കയറി വരാൻ തനിക്ക് എങ്ങനെ ധൈര്യം വന്നോ? എന്റെ കൈമേത്ത് വീഴുന്നതിന് മുമ്പേ പൊക്കോണം. ആസിഫ് അലി ഞാനൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്, വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ പട്ടി വിളിക്കും. ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ, അത് എന്റെ മറ്റടുത്ത 3ാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോണോ ആക്ടായി പറഞ്ഞു കൊടുത്തേച്ചാ മതി കേട്ടോടാ. അയ്യോ അലോഷി. എന്താണ് ആ മെസ്സേജ്? ഇതിപ്പോ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാൽ ക്ഷമിക്കുക, അങ്ങനെയാണോ? നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. അല്ല, എനിക്ക് വിഷമമുണ്ട്, ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായതിൽ വിഷമമുണ്ട്. ആണോ? മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. അങ്ങയുടെ ഈ പറഞ്ഞ മേഘമൽഹാർ അടക്കം ഗർഷോം അടക്കം ഈ പറഞ്ഞ എല്ലാ സിനിമകളിലെയും പാട്ടുകളുടെയും ഒരു എക്കാലത്തെയും വലിയൊരു ആരാധകൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെയുള്ള സകലമായ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറഞ്ഞാൽ അങ്ങ് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ആസിഫിനോട് കാണിച്ചത് മര്യാദകേടെന്ന് വാക്യം പറയില്ല, പക്ഷേ അങ്ങേയറ്റം ഒരു നിരാശാജനകമായ ആറ്റിറ്റ്യൂഡായി പോയി. ചിലരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും, പക്ഷെ കാര്യത്തോട് എടുക്കുമ്പോൾ മനസ്സിലാവും ശരിക്കും നമുക്ക് അപ്പം പുറത്തു വരും. ശരിയായിരിക്കാം. ഞാൻ ആസിഫിൽ നിന്ന് ഞാൻ മൊമെൻറ്റോ സ്വീകരിച്ചു. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, നമ്മൾ 3-4 ദിവസം ഇരുന്ന് വർക്ക് ചെയ്ത് ജയരാജും കൂടെ വരണം. അപ്പോൾ ജയരാജ് വരുന്ന സമയത്ത് ആസിഫ് അവിടെ നിന്ന് മാറി. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ച ഒരു പെയിൻ ഉണ്ട്. മനസ്സിലായില്ല. അതായത് കാര്യം എൻ്റെ പേര് മാറ്റി വിളിക്കുന്നു, എൻ്റെ പേര് വേറൊരു പേരിൽ എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് കരുതും? അതൊന്നും ആസിഫിനോട് കുറ്റമല്ലല്ലോ സാർ. അങ്ങ് നേരിട്ട ഒരു അസ്വസ്ഥതയ്ക്ക്, ഒരു അതൃപ്തിക്ക് ആസിഫിൽ എന്ത് പിഴച്ചു സാർ? എന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ചാ അത് ഞാൻ നിന്നോട് തീർക്കും. നമ്മളൊരാള് എംബാരസ്ഡ് ആയി ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ നാണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? അതേ ഫീലിംഗ് തന്നെയല്ലേ ആ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടോ? അങ്ങ് ആസിഫ് അലിയെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല, അങ്ങ് ആസിഫ് അലിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആസിഫ് അലി എന്ന ഒരു മനുഷ്യൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങ് നടിക്കുന്നതേ ഇല്ല, അങ്ങ് അറിയുന്നതേ ഇല്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനെ കുറച്ചൊക്കെ ഔചിത്യം വേണം. തെറ്റുപറ്റി എന്നങ്ങ് പറയുകയാണ് ചെയ്യേണ്ടത്. നിരുപാധികം, അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതല്ല. അങ്ങ് തെറ്റുപറ്റി, സോറി. തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും ആസിഫ് ഈസ് ലൈക്ക് മൈ സൺ. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. ഇതിനെ കുറിച്ച് 2 വാക്ക് പറ. ഇതിനെ കുറിച്ച് ഇനി എല്ലാവരും ആവശ്യപ്പെട്ടുണ്ട്. ഗ്യാസ് എടുത്തോണ്ടല്ല കളിക്കല്ലേ. അല്ല, ശരിക്കും ആസിഫലി നേരിട്ട് അപമാന ഒരു സംഭവം ഉണ്ടല്ലോ, അറിവില്ലായ്മ മൂലം അല്പം അഹകരിച്ചു പോയി. അത് മനസ്സിലായി സംഭവം ഉണ്ടല്ലോ. ആ സമയത്ത് അപമാനിക്കപ്പെട്ടു എന്ന് ആൾക്കാർ അതിന് ശരിക്കും എങ്ങനെയാണ് ഒരു കലാകാരൻ എന്ന നിലയിൽ നോ ഇൻഫർമേഷൻ, വിവരമില്ല. കണക്കുപ്രകാരം നമ്മുടെ വീഡിയോ കാണുമ്പം പരിഗണിക്കാമായിരുന്നു. ഒരാൾ സമ്മാനം കൊടുക്കുന്നതല്ലേ, അപ്പം കുറച്ചുകൂടെ അയാളോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. ഇത്രക്ക് ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി. എന്നുവെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിയിരുന്നു. അപ്പൊ പച്ച കള്ളല്ലേ? എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. ഇതും തന്നിട്ട് ആസിഫ് അലി അങ്ങോട്ട് പോയി. ആസിഫ് അലി ഞാൻ വിഷ് ചെയ്തു, ആസിഫിന്റെ പുറത്ത് ഞാൻ കൈ തട്ടുകയും ചെയ്തു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. ആസിഫിനെ പോലത്തെ ഒരാള് ഇങ്ങനെ ഇഗ്നോർ ചെയ്യുക എന്ന് വെച്ചാൽ പുള്ളി ആദ്യം പറഞ്ഞത് പുള്ളി തോളി തട്ടിയിരുന്നു. അപ്പൊ പച്ച കള്ളല്ലേ? പുള്ളി തോളിലൊന്നും തട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് വാർത്തയൊക്കെ കഴിഞ്ഞ് രാത്രി ആയപ്പോഴേക്കും പുള്ളി മനസ്സിലായത് പണി വളയെന്ന് മനസ്സിലായപ്പോൾ പുള്ളി പറഞ്ഞു അത് സോറി എന്ന് പറഞ്ഞു. ഇവനൊക്കെല്ലാമേ തെറിച്ചു പോച്ചാ. ഇപ്പൊ സോറി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഐ ആം വെരി സോറി, വെരി മച്ച് ഫെൽറ്റ്. അങ്ങോട്ട് പോയിക്കോളി, ബാക്ക് എടുത്തോളി, പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി.